നമസ്കാരം ഗായ്സ്, അപ്പോൾ ഞങ്ങൾ വീണ്ടും വന്നിരിക്കുകയാണ്. ജഫൂർക്ക, കണ്ടോ, ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ നാടൻ പയറാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്ത് നമുക്കിവിടെ കിട്ടുന്നില്ല കിട്ടിക്കാം. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ ഇന്ന് ഒരു വെറൈറ്റി ഡിഷ് നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ പരിപാടി തുടങ്ങുകയാണ്. നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ നല്ല സവാള അങ്ങോട്ട് കൊത്തി എറിഞ്ഞത് ഒന്ന് മൂപ്പിച്ച് വഴട്ടിയെടുത്ത് നമ്മുടെ മെഴുക്ക് വരട്ടി അങ്ങോട്ട് ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. ഞങ്ങൾ സ്പെഷ്യലായിട്ടാണ് ഉണ്ടാക്കുന്നത്. കാരണം പ്രത്യേകതരം മസാലകളും എല്ലാം ചേർത്ത് ഞാൻ ചോദിച്ച ചിക്കൻ എന്താ ഒരു പ്രത്യേകത എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഗഫൂർക്ക പറഞ്ഞു അത് ഈ മുഹബത്ത് എന്ന് പറയുന്ന സാധനം അത് ഏറെ ഇട്ട് കഴിഞ്ഞാൽ ഭക്ഷണത്തിന് രുചി കൂടും. അത് ഞാൻ നോക്കിയപ്പോൾ ശരിയാണ്. അതിലൂടെ വേറെ ഏതാണ്ടൊക്കെ രഹസ്യ കൂട്ടുകളൊക്കെ ഉണ്ട്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്നെയാണെന്നാണ് പറയുന്നത്. അതൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇതുവരും ഞാൻ ഇക്കയോട് ചോദിച്ചിക്ക എന്താ ഇക്ക ഉണ്ടാക്കുന്ന ഈ ആഹാരത്തിനൊക്കെ ഇത്ര രുചിയെന്ന് ഞാൻ ചോദിച്ചത്. അപ്പം ഇക്ക പറഞ്ഞ് ഇക്കയുടെ ഫാമിലിയുള്ള ഇക്കയുടെ പാപ്പായും എല്ലാവരും ഈ പാചകത്തിൻ്റെ ആൾക്കാരാണ്. അതുകൊണ്ട് ആ ഒരു സെയിം കൈപ്പുണ്യമാണ് നമ്മുടെ ഇക്കായ്ക്ക് കിട്ടിയേക്കുന്നത്. ഇതുവരും അത് പറയുന്നതല്ല, ആഹാരത്തിനെല്ലാം നല്ല രുചിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ ദിവസവും വീഡിയോ എടുക്കാൻ വരുന്നത്. അതാണ് സംഭവം. ഇട്ടം തുടങ്ങുവാണ്. ആദ്യം മുളക് പൊടി, രണ്ടാമത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മഞ്ഞൾ പ്രസാദമായ മുളപ്പൊടി. ഉപ്പ് നമ്മൾ ഓൾറെഡി ഇട്ടായിരുന്നു. ഇക്ക പറയുന്നത് ഉള്ളി വഴട്ടുമ്പോൾ ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വഴണ്ട് വരുമെന്നാണ്. ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇട്ട് ഒക്കെയാണ് നല്ല എല്ലാം മുറിച്ച് വരുന്നതിൻ്റെ ഒരു മണമൊക്കെ അടിക്കുന്നുണ്ട്. ഇക്ക അവിടെ ക്യാമ്പസിൻ്റെ അവിടെ നിന്ന് എത്തരുത്, പിന്നെ നമ്മളൊക്കെ ഇത് പൂർണ്ണമായിട്ട് വരും. പയറിടുകയാണ്. നല്ല പയറാണ്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അതേ ഫ്രഷ് സാധനമാണ്. ഫ്രഷായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. നമ്മുടെ സാധനമൊക്കെ ആണെങ്കിൽ വെട്ടി തിളക്കുകയാണ്. ഇതാണ് നമ്മുടെ ഗഫൂർക്ക. ഗഫൂർക്ക എല്ലാവർക്കും രായി എടുത്തേ. തിരക്കിലാണ്, ജോലി ചെയ്യുന്ന ഗഫൂർക്ക മറ്റൊന്നിനും ശ്രദ്ധിക്കത്തില്ല. അതാണ് ഈ രുചിയുടെ രഹസ്യം എന്നാണ് പറഞ്ഞത്. ഒന്നാമത്തെ രഹസ്യമാണ്. പല രഹസ്യങ്ങളും ഇവരുണ്ട്. അപ്പോൾ നമ്മുടെ മെഴുക്കുവരട്ടിയൊക്കെ വഴണ്ട് റെഡിയായി വന്നിരിക്കുകയാണ്. എന്നിരുന്നാലും ഞങ്ങൾ 2 മിനിറ്റ് കൂടെ കൊയിലേക്കാം. അന്നേരം പെർഫെക്റ്റ് ആവും. അതെ, അതിനുവേണ്ടി ഞങ്ങളിങ്ങനെ നിൽക്കുകയാണ്. നമ്മളിന്ന് ഗഫൂർക്കയുടെ കൂടെ പാചകത്തിലാണ്. വെറും ഗഫൂറല്ല, പാചക വീരൻ. അതെ അതെ അതെ